നിങ്ങളെ വിളിച്ചവൻ്റെ കർത്താവ് ഇന്നു വരെ അനുഭവിക്കാത്ത നന്മ ഈ ശനിയാഴ്ച ഇവർ അനുഭവിക്കട്ടെ. കരുണ ലഭിച്ചവർ തന്നെ. കർത്താവിൽ പ്രിയരെ, ഈ ശനിയാഴ്ച വരെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടുകൂടെ കർത്താവ് എന്നെ നിങ്ങളെ നടത്തിയെങ്കിൽ ആമേൻ, ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ എന്നെ തിരഞ്ഞെടുത്തു ദൈവിക പദ്ധതിക്ക് വേണ്ടി. ആമേൻ. ചെറിയ കാര്യങ്ങളൊന്നും ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കേണ്ട. അപ്പോൾ തന്നെ വലിയ കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുമുണ്ട്. ലോകപരമായി നോക്കുമ്പം ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ, പക്ഷേ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. വിശ്വസിച്ച് കണ്ടേ. നമ്മളെ ഇന്നലെ നമ്മൾ കേട്ടത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ്, നാഥ എന്നെ ഞാൻ സമർപ്പിക്കുന്നു, നാഥ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറയുമ്പം പത്രോസ് ശൂന്യതയുടെ മധ്യത്തിലാണ്. പക്ഷേ ആ കർത്താവിൻ്റെ നാമത്തിൽ താൻ വലയിറക്കിയപ്പം അന്ന് വരെ തനിക്ക് ലഭിക്കാത്ത പെരുത്ത മീൻകൂട്ട്, അയലോക്കക്കാരും കൂടെ രണ്ടാമത്തെ ഒരു പടക് അവിടെ ഉണ്ടായത്. അതിനെ അല്ലായിരുന്നു കർത്താവ് തിരഞ്ഞെടുത്ത്, ഈ പടകിനെ തിരഞ്ഞെടുത്ത്. പക്ഷേ ദൈവജനം പറയാണ്, ആമേൻ, പത്രോസിനെ ദൈവം വിളിച്ചപ്പം അയലോക്കക്കാർക്കും കൂടെ ഒരു അനുഗ്രഹമായി. നിന്നെ ദൈവം വിളിച്ചെങ്കിൽ നീ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. നിനക്കെതിരെ പറഞ്ഞവർ പത്രോസ് പടവുമൊക്കെ ആയിട്ട് യേശു പറഞ്ഞ വാക്കിൽ ഇറങ്ങിയപ്പം അയലോക്കക്കാരൊക്കെ ചിരിച്ചു കാണും, ഇവനെങ്ങോട്ടാ എന്നെ മണ്ടത്തര കാണിക്കുന്നത്. പക്ഷേ ആമേൻ, ആ ചിന്തിച്ചെടുത്ത് തന്നെ അവർക്കൊരു അനുഗ്രഹമാകാനാണ് ദൈവം നമ്മളെ വിളിച്ചു. നീ എടുത്ത് വെച്ച സ്റ്റെപ്പുകൾ, എന്നെ മണ്ടത്തരായി കാണിക്കുന്നത് എന്ന് ചിന്തിച്ച പറഞ്ഞ ചിലർ നിനക്ക് കാണും. അവർക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവവചനം പറയാണ് 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പത്രോസ് തൻ്റെ അനുഭവം, പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. സ്തോത്രം. ആമേൻ. അന്ധകാരത്തിൽ കിടന്ന, നോക്കിക്കേ, വചനം പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, ആമേൻ. ഇന്നത്തെ സാഹചര്യം ഇന്നലത്തേതല്ല. ഈ വചനം കേൾക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, എന്നെക്കുറിച്ചുള്ള പദ്ധതി ഇന്നലത്തേതല്ല. എന്നെക്കുറിച്ചുള്ള പദ്ധതി ഇന്നിത് കേൾക്കുന്ന നിമിഷം. ആമേൻ. ഇന്നലെ വരെ കരുണ ലഭിച്ചില്ലായിരിക്കാം. ഇന്നലെ വരെ എന്നെക്കുറിച്ച് ആമേൻ ദൈവത്തിന് ജനമല്ലാത്തവ ആയിരിക്കാം. ആമേൻ. മുമ്പേ ഞാൻ ജനമല്ലാത്തവനായിരുന്നു, എന്നാൽ എന്നെ സ്വന്തമാക്കി മാറ്റി, എന്നെ തൻ്റെ ജനമാക്കി മാറ്റി. ദൈവജനം പറയണം, മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ കരുണ ലഭിച്ചവർ തന്നെ. ആമേൻ. കർത്താവിലുള്ള ആമേൻ കരുണ, ആമേൻ ജനം, ആമേൻ കർത്താവിൻ്റെ സ്വന്തം എന്ന് പറയുമ്പം ആമേൻ നമ്മളെ എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത്? അന്ധകാരത്തിൽ കിടന്ന, ഡാർക്ക്നെസ്സിൽ കിടന്ന, ആമേൻ അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ കിടന്ന, പാപത്തിൻ്റെ അധികാരത്തിൽ കിടന്ന എന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കി, സ്വാതന്ത്ര്യം നൽകി ക്രിസ്തുവിനാൽ. പ്രിയമുള്ളവരെ, ആ മഹത്വം എന്നെ നിങ്ങളെയും ധരിപ്പിച്ച്, ഗ്ലോറി ധരിപ്പിച്ച്, എന്നെ നിങ്ങളെയും തന്നെ വിളിച്ചവനെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട, എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തന്നെ ഉയർത്താനാ. നമ്മളെ വിടുവിച്ചവനെ, നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചവനെ ഉയർത്തുവാൻ, ആമേൻ ഘോഷിപ്പാൻ എന്നെ നിങ്ങളെയും തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ആമേൻ. എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. ഒരു ഡൗട്ടും വേണ്ട. തെരഞ്ഞെടുത്തവൻ അറിയാം നിന്നെ എങ്ങനെ നടത്തണമെന്ന്. ആമേൻ. അന്ധകാരത്തിൽ കിടന്ന, പാപത്തിൽ കിടന്ന, മരിച്ചവരായിരുന്ന എന്നെ നിങ്ങളെ എങ്ങനെ നടത്തണമെന്ന് കർത്താവിനറിയാം. അപ്പം എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്നെ എവിടെയാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്നെ അവൻ തള്ളപ്പെട്ട അവസ്ഥയിലാണോ? അല്ല.
ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ പേരും പറയാം, ആമേൻ, നിന്നെ ആമേൻ തള്ളിയവർ നിന്നെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന ചിലത് ഞാനിന്ന് ഇത് പറയുമ്പോൾ ആത്മാവിൽ കാണുകയാണ്. നിന്നെ തള്ളിയവർ തന്നെ നിന്നെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തും. ആമേൻ, നിന്നെ നിർത്തുക. നിന്നെ തള്ളിയവർ തന്നെ നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ആമേൻ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നീ തള്ളപ്പെട്ട അവസ്ഥയിലല്ല. ആമേൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇല്ല, അകത്തെനിക്ക് ഉറപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാവുന്നു. ആമേൻ, ആമേൻ. ആരാ പറഞ്ഞ് ഞാൻ കൊള്ളത്തില്ലെന്ന്? ദൈവം എന്നെ നല്ലതായി കണ്ടു. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്നെ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തതിനെ ആർ കുറ്റം ചുമത്തും? ഇന്നിത് കേൾക്കുമ്പോൾ ആമേൻ, പല പ്രതിസന്ധി കാണും, പല അസാധ്യതകളും കാണും. പക്ഷെ അതൊന്നും പിടിക്കരുത്. കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ആമേൻ, യേശു നിൻ്റെ പടകിലുണ്ടെന്നീ. ആ പടകിൽ ആമേൻ, നീ പലതും കണ്ടു കാണും. കാറ്റ് കണ്ടു കാണും, പിന്നെ കൊടുങ്കാറ്റ് കണ്ടു കാണും, ആമേൻ, പലതും തിരമാല പൊങ്ങുന്നതൊക്കെ കണ്ടു കാണും. പക്ഷേ പടകിലൊരാളുണ്ട്. അതാണ് എൻ്റെ ധൈര്യം. എന്നെ വിളിച്ചത് കർത്താവാണ്. എവിടുന്നാണ് വിളിച്ചത്? അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചെങ്കിൽ ഇന്ന് ഞാൻ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം അനേകർ നന്മ അനുഭവിക്കും. വിശ്വസിച്ച് കണ്ടേ വിളിച്ചു പറഞ്ഞേ കർത്താവ് നമുക്ക് അനുകൂലമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ശനിയാഴ്ച വരെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ നടത്തി, അത്ഭുതത്തോടെ നടത്തി. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഇന്നത് കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത സന്തോഷം, സമാധാനം, കർത്താവെ, ആമേൻ, സ്വസ്ഥത എല്ലാ മേഖലകളിലും കർത്താവെ, ആമേൻ, ചില ഇരുട്ടിൽ കിടന്നവർ, ആമേൻ, അന്ധകാരത്തിൽ കിടന്നവർ ഇന്നത് കേൾക്കുമ്പോൾ കർത്താവെ, യേശു ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ ആമേൻ, ഇരുട്ട് മാറിപ്പോവും, അവിടെ വെളിച്ചം വരും. അങ്ങനെയാണെങ്കിൽ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ ആരും കേൾക്കേണ്ട, ഹൃദയത്തിൽ നീ പറഞ്ഞേ, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണം, എന്നെ തൊടണം, എനിക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ കയറിയത്, അങ്ങ് എനിക്ക് വേണ്ടിയാണ് അടിയേറ്റത് എന്ന് നീ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന നിമിഷം തന്നെ കർത്താവ് നിന്നെ ഓർത്തിക്കുക, നിന്നെ തൊടുകയാണ്. നിന്നെ പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് ചിലത് പ്രവർത്തിക്കുകയാണ്. ആമേൻ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇരുട്ടിക്കിടക്കാനല്ല, നീ അനേകർക്ക് വെളിച്ചമായി തീരും. നീ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ നാളുകളിൽ പലരും നോക്കി നിന്നെ കുറ്റം പറഞ്ഞു കാണും. ഇല്ല, നീ ഒരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സഡ്, യു ആർ എ ബ്ലെസ്സിങ്. ആമേൻ, ഇനി അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ആമേൻ. കർത്താവെ, ഇന്ന് അനുഗ്രഹിച്ച് മാനിച്ച് ഇന്നത്തെ ദിവസം കർത്താവ് ഈ ആഴ്ച ഇത്രത്തോളം നടത്തിയത്, കർത്താവ് ഇന്ന് വരെ അനുഭവിക്കാത്ത നന്മ ഈ ശനിയാഴ്ച ഇവർ അനുഭവിക്കട്ടെ. ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ കർത്താവെ, ആ ഇറങ്ങി ചെല്ലുന്നിടത്തൊക്കെയും വഴിയും വാതിലും തുറന്ന് കർത്താവ് അവിടെ പ്രവർത്തിച്ചെന്ന് പറയുവാൻ സ്വർഗം അത് പ്രവർത്തിച്ചതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. ബ്ലസ് യു, ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ.